ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 3 ഇവൻറ്റ്സായ പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്റ്റേജസിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഇവൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രീ ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇവൻറ്റ്സ്. Several hormonal and structural changes are initiated which lead to the differentiation and the further development of a flower. ഒരു ചെടി, ഒരു പ്ലാന്റ് ഗ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്ലവറിങ്ങിന് റീപ്രൊഡക്റ്റീവ് ഫേസ് എത്തുമ്പോൾ അത് ഫ്ലവർ ചെയ്യുന്നു. ദെൻ ഈ ഫ്ലവേഴ്സ് സെക്ഷൽ റീപ്രൊഡക്ഷന് വിധേയമായി പുതിയ ഓർഗാനിസംസ് ഫോം ചെയ്യുന്നു. സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഫ്ലവേഴ്സ് ഹാസ് മെയിൽ ആൻഡ് ഫീമെയിൽ reproductive organs. Male reproductive organ is called androecium and female reproductive organ is called gynoecium. അപ്പോൾ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സിന് എന്തൊക്കെ ഉണ്ടാവും? ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ടാവും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ടാവും. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ ഗൈനീഷ്യം എന്ന് പറയുന്നു. ഈ ആൻഡ്രീഷ്യത്തിൻ്റെ ചെറിയ സബ് യൂണിറ്റ്സ് ആണ് സ്റ്റേമൻസ്, ഗൈനീഷ്യത്തിൻ്റെ കാർപ്പൽസ്. കുറേ സ്റ്റേമൻസ് ചേർന്നിട്ടാണ് ഒരു ആൻഡ്രീഷ്യം ഉണ്ടായിരിക്കുന്നത്, അതുപോലെ കുറച്ച് കാർപ്പൽസ് ചേർന്നിട്ടാണ് ഒരു ഗൈനീഷ്യം ഉണ്ടായിരിക്കുന്നത്. സോ ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ഓഫ് സ്റ്റേമൻസ് ആൻഡ് ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് കാർപ്പൽസ്. ദെൻ സ്റ്റേമൻസ്, മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് പോളൻ ഗ്രെയിൻ, ഈ 3 സ്ട്രക്ചേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനു മുൻപ് LS ഓഫ് ഫ്ലവേഴ്സാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ഫ്ലവർ ഡിസെക്റ്റ് ചെയ്താൽ ഇത്രയും സ്ട്രക്ചേഴ്സ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഫ്ലവർ ഡിസെക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് പുറമേ കാണുന്ന ഈ പെറ്റൽസ് കഴിഞ്ഞ് അതിന് താഴെയുള്ള ഗ്രീൻ പോർഷൻ സെപ്പൽസ്, ദെൻ ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ് റിസപ്റ്റക്കിൾ. ദെൻ ഇവിടെ സ്റ്റേമൻസ് കാണാൻ പറ്റും, ഇതാണ് സ്റ്റേമൻസ്. ഈ സ്റ്റേമൻസിൻ്റെ തന്നെ 2 പാർട്ടാണ്, ഒന്ന് ആന്തർ ആൻഡ് ഫിലമെൻറ്റ്. ഈ ഹോൾ സ്ട്രക്ചറിനെയാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലത്തെ പോർഷൻ ആന്തർ ആൻഡ് ദ സ്റ്റോക്ക് ഇസ് കോൾഡ് ഫിലമെൻറ്റ്. ഇനി ഇവിടെ ഗൈനീഷ്യത്തിൻ്റെ സ്ട്രക്ചേഴ്സാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഏറ്റവും മുകളിലത്തെ പോർഷനാണ് സ്റ്റിഗ്മ, ദെൻ ദ സ്റ്റോക്ക് ഇസ് കോൾഡ് സ്റ്റൈൽ ആൻഡ് താഴെ ഓവറി ഈസ് പ്രസൻറ്റ്. ഓക്കെ, this is LS of a flower. Then, first of all, stamens. The stamens or microsporophylls are units of androecium. Each stamen consists of 2 parts, namely a filament and an anther. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പഠിച്ചതുപോലെ എന്താ, ആൻഡ്രീഷ്യത്തിൻ്റെ യൂണിറ്റ്സ് ആണ് സ്റ്റേമൻസ്. സ്റ്റേമൻസിനെ ഇറ്റ് ഇസ് അതർവൈസ് കോൾഡ് മൈക്രോസ്പോറോഫിൽസ്. Each stamen consists of 2 parts, namely ഫിലമെൻറ്റും ഉണ്ട്, ആന്തറും ഉണ്ട്. നേരത്തെ പിക്ചറിൽ കണ്ടതാണ്, ഒരു ഫിലമെൻറ്റും ഒരു ആന്തറും ചേർന്നിട്ടാണ് ഒരു സ്റ്റേമൻ ഫോം ചെയ്യുന്നത്. ദിസ് ലോങ് സ്ലെൻഡർ സ്റ്റോക്ക് കോൾഡ് ഫിലമെൻറ്റ് ആൻഡ് ദ ടെർമിനൽ ജനറലി ബൈലോബ്ഡ് സ്ട്രക്ചർ കോൾഡ് ദ ആന്തർ. ആ ലോങ് ആയിട്ടുള്ള സ്റ്റോക്കിനെയാണ് ഫിലമെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ബൈലോബ്ഡ് സ്ട്രക്ചറാണ് ആന്തർ. ഇൻ മെജോറിറ്റി ഓഫ് ആൻജിയോസ്പേംസ് ദി ആന്തർ കൺസിസ്റ്റ് ഓഫ് 2 lobes with each lobe having 2 theca, that is they are dithecous. എപ്പോഴും മെജോറിറ്റി ഒരു 60% ആൻജിയോസ്പേംസിൽ എങ്ങനെയായിരിക്കും, ഡൈത്തീക്കസ് ആയിരിക്കും ആന്തർ. ഡൈത്തീക്കസ് എന്ന് പറയാൻ കാരണം ഒരു ആന്തറിന് തന്നെ ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും, ആന്തറിനെ ഒരു ബൈലോബ്ഡ് സ്ട്രക്ചറായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഡൈത്തീക്കസ്. 2 തീക്ക ഉള്ളതുകൊണ്ട് അതിനെ ഡൈത്തീക്കസ് എന്ന് പറയുന്നു. ദെൻ ഈച്ച് ആന്തർ ലോബ്സ് കണ്ടെയ്ൻ 2 longitudinally running sacs called pollen chambers or microsporangia. ഓരോ ആന്തർ ലോബ്സിനകത്തും 2 longitudinally റണ്ണിങ് സാക്സ് പ്രസൻ്റ് ആണ്. ഇതിനെ പോളൻ ചാമ്പേഴ്സ് അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റേമൻസിനെ മൈക്രോസ്പോറോഫിൽസ് എന്ന് പറയുന്നു. ഈ സ്റ്റേമനിലെ ആന്തേഴ്സിനകത്തുള്ള പോളൻ ചാമ്പേഴ്സിനെ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയും. The microsporangia develop further and become pollen sacs. ഒരു ആന്തറിൻ്റെ പിക്ചർ, ഇതൊരു ഹോൾ ആന്തറാണ്. അതിൻ്റെ ഈ ലോങ് സ്റ്റോക്കാണ് അതിൻ്റെ ഫിലമെൻറ്റ്. ദെൻ മുകളിലത്തെ ആ പോർഷൻ ആന്തർ.
ഇനി ഒരു ആന്തറിനെ ഡിസെക്റ്റ് ചെയ്തതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇവിടെ പോളൻ സാക്സ് പ്രസൻ്റ് ആണ്. ആ പോളൻ സാക്സിനകത്ത് പോളൻ ഗ്രെയിൻസ് പ്രസൻ്റ് ആണ്. ദെൻ ലൈൻ ഓഫ് ഡെഹിസൻസ്. ഇതിനകത്തുള്ള ഈ പോളൻ ഗ്രെയിൻസിന് പുറത്ത് വരാനായിട്ട്, പോളിനേഷൻ നടത്താൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടത്താൻ പുറത്ത് വരാനായി ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന ലൈൻസ് വെച്ച് ഇത് ഡെഹിസ് ചെയ്യുന്നു. ഈ ആന്തർ മെച്ചുറായി കഴിയുമ്പോൾ ഈ ലൈൻ ഡെഹിസ് ചെയ്തിട്ടാണ് ഇതിനകത്തുള്ള മെച്ചുർ പോളൻ ഗ്രെയിൻസ് പുറത്തു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. Mature microsporangium is a four-lobed structure. Structure of microsporangium എന്ന് പറയുന്നത് നമ്മുടെ ആന്തറിൻ്റെ സെക്ഷന് തന്നെയാണ്. സോ mature microsporangium is a four-lobed structure. These four lobes are connected by a parenchymatous connective tissue. ഒരു 4 ലോബുള്ള, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ 4 ലോബ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സാക്കുണ്ട്, ഇവിടെ അങ്ങനെ ഓരോ സൈഡിലും 2 വീതം, മൊത്തം 4 ലോബ്സ് ആണ് ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ ദീസ് 4 ലോബ്സ് ആർ കണക്റ്റഡ് ബൈ എ പാരൻകൈമാറ്റസ് കണക്റ്റീവ് ടിഷ്യൂ. ഈ 4 ലോബ്സും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മിഡിലിൽ ഒരു കണക്റ്റീവ് ടിഷ്യൂ പ്രസൻ്റ് ആണ്. ഈച്ച് ലോബ് കൺസിസ്റ്റ് ഓഫ് എൻ ആന്തർ വാൾ ആൻഡ് ഇന്നർ സ്പോറോജനസ് ടിഷ്യൂ ഓർ പോളൻ ഗ്രെയിൻസ്. The anther wall is formed of 4 layers, namely epidermis, endothelium, middle layer and tapetum. ഓരോ ലോബിനും, അതായത് ആന്തറിൽ കംപ്ലീറ്റ് ആയിട്ട് 4 ലോബുണ്ട്. ഈ ഓരോ ലോബിലും ആന്തർ വോളും ഇന്നർ സ്പോറോജീനസ് ടിഷ്യൂവും പ്രസൻ്റ് ആണ്. ഇന്നർ സ്പോറോജീനസ് ടിഷ്യൂവിൻ്റെ അകത്താണ്, അതിൽ നിന്നാണ് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദി ആന്തർ വോൾ കൺസിസ്റ്റ് ഓഫ് 4 layers: എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. ആദ്യത്തെ ഈ 3 layers, ഔട്ടർ 3 wall layers perform the function of protection and help in dehiscence of anther to release the pollen. എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ എന്ന് പറയുന്ന 3 ഔട്ടർ ലെയേഴ്സ് ഈ പോളൻ ഗ്രെയിൻസിൻ്റെ പ്രൊട്ടക്ഷനും അത് ആന്തറിന് ഡെഹിസൻസിനും ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ 4ാമത്തെ ലെയറായ ഇന്നർ മോസ്റ്റ് വാൾ ലെയർ ഈസ് കോൾഡ് ടപ്പീറ്റം. ഇറ്റ് നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. ഏറ്റവും അകത്തുള്ള ഇന്നർ മോസ്റ്റ് വാൾ ലെയറാണ് ടപ്പീറ്റം. സോ അതുകൊണ്ട് തന്നെ ഈ ടപ്പീറ്റത്തിന് ശേഷമായിരിക്കും അകത്തൊരു സ്പോറോജീനസ് ടിഷ്യൂ കാണുന്നത്. ഈ സ്പോറോജീനസ് ടിഷ്യൂന്ന് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രിയൻസ് കൊടുക്കുന്നത് ആരാണ്? ടപ്പീറ്റമാണ്. സോ ഇറ്റ് നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. The cells of the tapetum possess dense cytoplasm and generally have more than one nucleus. tapetum cells dense cytoplasm ഉണ്ടാവും and have more than one nucleus. ഇതാണ് ഒരു മെച്യൂർ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ. ഇതാണ് അതിൻ്റെ കോമൺ സ്ട്രക്ചർ. ഈ കോമൺ സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. 4 വാൾ ലെയേഴ്സ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, ടപ്പീറ്റം ആൻഡ് മിഡിൽ ലെയേഴ്സ്. ഈ ടപ്പീറ്റത്തിൻ്റെ അകത്തായിട്ടാണ് ഈ കാണുന്ന ഓരോ സർക്കിൾസാണ് എന്ത്? സ്പോറോജീനസ് ടിഷ്യൂസ്. ഈ 4 ലോബ്സിനെ, അതായത് 1, 2, 3, 4 ഈ 4 ലോബ്സിനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ മിഡിലായിട്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂവും കാണുന്നുണ്ട്, പാരൻകൈമാറ്റസ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി ഇത്രയും പോർഷനെ ഒന്ന് എൻലാർജ് ചെയ്തേക്കുന്നതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓരോ വാൾ ലെയേഴ്സും ഡിസ്റ്റിങ്റ്റ് ആയിട്ട് കാണാവുന്നതാണ്. ഏറ്റവും പുറമെ എപ്പിഡെർമിസ്, സെക്കൻഡ് ലെയർ ഈസ് എൻഡോതീഷ്യം, തേർഡ് ലെയർ ഈസ് മിഡിൽ ലെയേഴ്സ്. ദെൻ മൈക്രോസ്പോർ മദർ സെൽ ഇവിടെ പ്രസൻ്റ് ആണ്. സ്പോറോജീനസ് ടിഷ്യൂവിൻ്റെ അകത്ത് മൈക്രോസ്പോർ മദർ സെൽ പ്രസൻ്റ് ആണ്. ഈ ടപ്പീറ്റം കഴിഞ്ഞിട്ടാണ് മൈക്രോസ്പോർ മദർ സെൽസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഈ ടപ്പീറ്റമാണ് ഈ മൈക്രോസ്പോർ മദർ സെല്ല് പോളൻ ഗ്രെയിനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് നൽകുന്നത്. ഇനി ഇത് ഒരു ഡെഹിസ്ഡ് ആന്തറിൻ്റെ പിക്ചറാണ്. ഇവിടെ ഇതേ ആന്തർ തന്നെയാണ് മെച്ചർ ആവുമ്പോൾ ഇതിൻ്റെ ഈ പോർഷനിൽ വെച്ച് അതിൻ്റെ കുറച്ച് പോർസ് പ്രസൻ്റ് ആണ്. ഇവിടുത്തെ ഈ ഡെഹിസൻസ് പോർഷനിൽ വെച്ച് അത് ഡെഹിസായി ഇവിടെ ഉണ്ടായി ഈ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നു. ഓക്കെ, then microsporogenesis.
The process of formation of microspores എന്ന് വെച്ചാൽ pollen grains from a pollen mother cell through meiosis is called microsporogenesis. The process of formation of microspores. മൈക്രോസ്പോർസിൻ്റെ ഫോർമേഷനെയാണ് മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. ഒരു പോളൻ മദർ സെല്ലിൽ നിന്നാണ് മൈക്രോസ്പോർസ് ഉണ്ടാകുന്നത്. സ്പോറോജീനസ് ടിഷ്യൂസിൻ്റെ അകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പോളൻ മദർ സെൽ, ദാറ്റ് ഇസ് ഡിപ്ലോയിഡ് സെൽസ് ആണത്. ആ ഡിപ്ലോയിഡ് പോളൻ മദർ സെൽസിൽ നിന്ന് മിയോസിസ് വഴി ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്ന മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. On maturity, the cells of the sporogenous tissue undergo meiotic divisions to form microspore tetrads. മെച്യൂരിറ്റി ആയിക്കഴിഞ്ഞാൽ ഈ സ്പോറോജീനസ് ടിഷ്യൂ മിയോട്ടിക് ഡിവിഷൻസിന് വിധേയമായി എന്ത് ഫോം ചെയ്യുന്നു? മൈക്രോസ്പോർസ് ടെട്രാഡ്സ് ഫോം ചെയ്യുന്നു. അത് ഒരു സെല്ല് തന്നെ 4 ഡിവൈഡ് ചെയ്താണ് മൈക്രോസ്പോർസ് ടെട്രാഡ്സ് ഫോം ചെയ്യുന്നത്. As the anthers mature and dehydrate, the microspores dissociate from each other and develop into pollen grains. ആന്തർ മെച്ചർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ആന്തർ മെച്ചർ ചെയ്യുമ്പോൾ അതിനകത്ത് ഓൾറെഡി ഈ മൈക്രോസ്പോർ ടെട്രാഡ്സ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം. ഈ സമയത്ത് ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നു. ദെൻ ഈ മൈക്രോസ്പോർസ് ഡിസോസിയേറ്റഡ് ഫ്രം ഈച്ച് അതർ, ഒരുമിച്ച് ഈ ടെട്രാഡായിട്ട് ഉണ്ടായിരിക്കുന്ന മൈക്രോസ്പോർസ് ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് പോളൻ ഗ്രെയിൻസ് ആയിട്ട്, സെപ്പറേറ്റ് പോളൻ ഗ്രെയിൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. പോളൻ ഗ്രെയിൻസ്. The male gametophytes of angiospermous flowers are known as pollen grains. Angiosperms ഫ്ലവേഴ്സിൻ്റെ മെയിൽ ഗാമിറ്റോഫൈറ്റ്സിനെയാണ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിൻസ് ഡിഫേഴ്സ് ഇൻ ദെയർ മോർഫോളജി ഫ്രം സ്പീഷീസ് ടു സ്പീഷീസ്. ഓരോ പോളൻ ഗ്രെയിൻസിലെയും, ഇപ്പോൾ ഏത് സ്പീഷീസ് എടുത്ത് നോക്കിയാലും ഓരോ സ്പീഷീസിലെയും പോളൻ ഗ്രെയിൻസ് അതിൻ്റെ മോർഫോളജിയിൽ ഡിഫർ ആയിരിക്കും. ഡിഫറെൻറ്റ് സൈസ്, ഷേപ്പ് ആൻഡ് എക്സെട്ര. ദേ ആർ ഹാപ്ലോയിഡ് സ്ട്രക്ചേഴ്സ്. നേരത്തെ പറഞ്ഞു, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പോളൻ മദർ സെല്ലിൽ നിന്ന് മിയോസിസ് വഴി ഉണ്ടാകുന്ന ഹാപ്ലോയിഡ് സെൽസാണ് പോളൻ ഗ്രെയിൻസ്. ദേ ആർ ജനറലി സ്പെറിക്കൽ, ഹാവിംഗ് 25 to 50 micrometers in diameter. The pollen grain consists of a wall, cytoplasm and a nucleus. ഒരു പോളൻ ഗ്രെയിനകത്ത് ഒരു വാൾ ഉണ്ടാകും, സൈറ്റോപ്ലാസം ഉണ്ടാകും ആൻഡ് ഒരു ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിരിക്കും. ദ വാൾ കൺസിസ്റ്റ് ഓഫ് 2 layers. ആദ്യം പുറമേയുള്ള വാള് 2 ലെയറായിട്ടുള്ള വാളാണ്. ദ ഹാർഡ് ഔട്ടർ ലെയർ കോൾഡ് എക്സൈൻ. ഈ 2 വാൾ ലെയറിൽ ഹാർഡായിട്ടുള്ള ഔട്ടർ ലെയറിലെയാണ് നമ്മൾ എക്സൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളിനിൻ. സ്പോറോപൊളിനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് ഈ എക്സൈൻ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അത് പെട്ടെന്നൊന്നും നശിച്ചു പോകാത്തതാണ്. അതുകാരണം പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. പോളൻ ഗ്രെയിൻസ് പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്പോറോപൊളിനിൻ ഹെൽപ്പ് ചെയ്യുന്നു. So, it has prominent aperture called germ pores where sporopollenin is absent. ഇനി ഈ എക്സൈനിന് പുറത്ത് തന്നെ കുറച്ച് അപ്പേർച്ചേഴ്സ് കാണാം. അതായത് കുറച്ച് താഴ്ന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ പോളൻ ഗ്രെയിൻസിനകത്ത്. അവിടെയൊക്കെ സ്പോറോപൊളിനിൻ ആബ്സെൻ്റ് ആയിരിക്കും. അതിൻ്റെ പേരാണ് germ pores. The inner wall of the pollen grain is called intine. It is thin and continuous layer made up of cellulose and pectin. പുറമേയുള്ള ലെയറിനെ എക്സൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എക്സൈനിന് അകത്തുള്ള ലെയർ, ആ അകത്തുള്ള വാൾ ലെയറിനെയാണ് നമ്മൾ ഇൻറ്റൈൻ എന്ന് പറയുന്നത്. ഇൻറ്റൈൻ. ഇറ്റ് ഈസ് തിൻ ആൻഡ് കണ്ടിന്യൂസ് ലെയർ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ കൊണ്ടാണ് ഇൻറ്റൈൻ നിർമ്മിച്ചിരിക്കുന്നത്. ദി സൈറ്റോപ്ലാസം ഓഫ് ദ പോളൻ ഗ്രെയിൻ ഈസ് സറൗണ്ടഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. When pollen grain is mature, it undergoes mitosis to form 2 unequal cells. പോളൻ ഗ്രെയിൻ മെച്ചുറായി കഴിഞ്ഞതിന് ശേഷം ഇത് മൈറ്റോസിസിന് വിധേയമായി 2 അൺഈക്വൽ സെൽസ് ആവുന്നു. The larger cell is known as vegetative cell. It has abundant food reserve and large irregularly shaped nucleus. 2 സെൽസ് ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2 അൺഈക്വൽ സെൽസ് ആണ്. സോ അതിൽ ലാർജർ സെല്ലിനെ വെജിറ്റേറ്റീവ് സെല്ലെന്നും സ്മോളർ സെല്ലിനെ ജനറേറ്റീവ് സെല്ലെന്നുമാണ് പറയുന്നത്. ഈ ലാർജർ സെല്ല് ആയ വെജിറ്റേറ്റീവ് സെൽ ഫുഡ് റിസർവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇറ്റ് ഹാസ് അബൻഡൻറ്റ് ഫുഡ് റിസർവ് ആൻഡ് ലാർജ് ഇറഗുലറി ഷേപ്ഡ് ന്യൂക്ലിയസ് ഉണ്ടാകും. സ്മോളർ സെൽ ഈസ് നോൺ ആസ് ജനറേറ്റീവ് സെൽ. ഹിയർ സൈറ്റോപ്ലാസം ഈസ് ഹൈലി റെഡ്യൂസ്ഡ്.
ചെറിയ സൈറ്റോപ്ലാസം ആയിരിക്കും, കുറച്ച് സൈറ്റോപ്ലാസവും ഒരു ന്യൂക്ലിയസും പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ in over 60% of the angiosperms, pollen grains are shed at this two stage. ഈ ജനറേറ്റീവ് സെൽ ആൻഡ് വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുന്ന ഈ രണ്ട് ടു സ്റ്റേജസ് ആയിട്ടായിരിക്കും 60% ഓഫ് ദ ആൻജിയോസ്പേംസിലും പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത്. ഇൻ ദ റിമൈനിങ് സ്പീഷീസ് ദ ജനറേറ്റീവ് സെൽസ് ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി ടു ഗീവ് റൈസ് ടു ദ ടു മെയിൽ ഗമീറ്റ്സ് ബിഫോർ പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ്. ഇനി ചില സ്പീഷീസിൽ, ബാക്കിയുള്ള കുറച്ച് സ്പീഷീസിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഈ 2 സെൽഡ് സ്റ്റേജസിന് പകരം 3 സെൽഡ് സ്റ്റേജസ് ആവും. കാരണം ജനറേറ്റീവ് സെൽസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്തതിന് ശേഷമാണ് അത് ഷെഡ് ചെയ്യുന്നത്. ദീസ് ആർ സ്ട്രക്ചേഴ്സ് ഓഫ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനിൻ്റെ സർഫസ് വ്യൂ ആണിത്. ഇതാണ് എക്സൈൻ. കണ്ടോ, എക്സൈനിൽ കുറച്ച് സ്ഥലത്ത് കട്ടി കൂടി ഇങ്ങനെ ഈ മുള്ളു പോലെയൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, ഇതിനാണ് സ്പോറോപൊള്ളിൻ കൊണ്ടുള്ള പോർഷൻസ് ആണ് എക്സൈൻ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് അപ്പേർച്ചേഴ്സ് ആണ് ജേം പോഴ്സ് ആയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ സ്പോറോപൊള്ളിൻ ആബ്സെൻ്റ് ആണ്. ഇനി ഇതിൻ്റെ സെക്ഷണൽ വ്യൂ നമുക്ക് പുറമേ ഇത്രേ കാണാൻ പറ്റുള്ളൂ, എക്സൈൻ ആൻഡ് ജേം പോഴ്സ്. ഇതിൻ്റെ സെക്ഷണൽ വ്യൂ എടുത്ത് നോക്കിയാൽ നമുക്ക് എക്സൈൻ കാണാം. എക്സൈനിനകത്തായിട്ട് ഒരു വാൾ ലെയർ ഇൻറ്റൈൻ കാണാം. ദിസ് ഈസ് എക്സൈൻ ആൻഡ് ഇതിൻ്റെ അകത്തായിട്ടുള്ള ഇൻറ്റൈൻ. ഇനി ഇതിനകത്തുള്ള ഈ സൈറ്റോപ്ലാസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ലാർജ് സെൽ വെജിറ്റേറ്റീവ് സെൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെ ഒരു സ്മോൾ സെൽ ജനറേറ്റീവ് സെല്ലും ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസ് ജസ്റ്റ് നമുക്ക് പോളിനേഷൻ നടത്തി അല്ലെങ്കിൽ ഒരു പുതിയ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല യൂസ് ചെയ്തത്. ഇതിന് കുറച്ച് വേറെയും എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പോളൻ ഗ്രെയിൻസ് may cause several allergies. It may be cause chronic disorders like asthma, bronchitis, etc. ഒരുപാട് പേരിൽ ഈ പോളൻ ഗ്രെയിൻസ് അലർജീസ് ഉണ്ടാക്കാറുണ്ട്. ബിക്കോസ് ഈ പോളൻ ഗ്രെയിൻസ് ശ്വസിക്കുന്നതിലൂടെ ചിലപ്പോൾ പോളൻ ഗ്രെയിൻസ് നമ്മുടെ ലങ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ചില ആൾക്കാരിൽ അത് ക്രോണിക് ഡിസോർഡേഴ്സ് ആയിട്ട് ഫോം ചെയ്യാറുണ്ട്. ആസ്മ, ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന ചില അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. എല്ലാവരിലുമല്ല, അലർജി ഉള്ള ആൾക്കാർ. പോളൻ ഗ്രെയിൻസ് ഓഫ് പാർത്തിനിയം ഓർ ക്യാരറ്റ് ഗ്രാസ് കോസ് പോളൻ അലർജി. ഇങ്ങനെ പോളൻ അലർജി ഉണ്ടാക്കുന്നതിന് കുറച്ച് എക്സാമ്പിളാണിത്. Then pollen grains are rich in nutrients, hence used as pollen tablets for food supplements. Pollen grains nutrients rich ആയത് കാരണം അതിനെ പോളൻ ടാബ്ലറ്റ്സ് ആയിട്ട് പുറത്തിറക്കാറുണ്ട്. ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളൻ ടാബ്ലറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. Pollen consumption has been claimed to increase the performance of athletes and race horses. Race horsesനും athletesനും ഒക്കെ അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോളൻ കൺസപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇത് നേരത്തെ പറഞ്ഞു ഹൈലി ന്യൂട്രിറ്റീവ് ആണ്. അപ്പോൾ അതിന് അവർക്ക് ന്യൂട്രീഷനും എനർജിയും നൽകാൻ വേണ്ടിയിട്ട് ഈ പോളൻ കൺസപ്ഷൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. Then after shedding, the viability depends on the temperature and humidity. ഇത് ഈ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വയബിലിറ്റി, അത് എത്രത്തോളം ഫെർട്ടിലൈസേഷന് വിധേയമായി പുതിയതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള അതിൻ്റെ വയബിലിറ്റി ഇത് ഷെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള സറൗണ്ടിങ് ടെമ്പറേച്ചറിനും ഹ്യൂമിഡിറ്റിക്കും അനുസരിച്ചിരിക്കും. ഓക്കെ, ഇൻ സം സീരിയൽസ് സച്ച് ആസ് റൈസ് ആൻഡ് വീറ്റ്, പോളൻ ഗ്രെയിൻസ് lose viability within 30 minutes of their release. 30 മിനിറ്റിനുള്ളിൽ അതിൻ്റെ വയബിലിറ്റി നഷ്ടമാകും. In some members of Rosaceae, Leguminosae and Solanaceae, they maintain viability for months. ചില ഈ പറയുന്ന 3 ഫാമിലീസ്, റോസേസിയെ, ലെഗ്മിനോസെ ആൻഡ് സോളനേസിയെ, ഈ 3 ഫാമിലീസിലെയും ചില മെമ്പേഴ്സിൽ മന്ത്സ് ആയിരിക്കും വയബിലിറ്റി മെയിൻറ്റെയിൻ ഫോർ മന്ത്സ്. കുറച്ച് മാസങ്ങളോളം അതിൻ്റെ വയബിലിറ്റി നിലനിൽപ്പുണ്ടാകും. It is possible to store pollen grains of a large number of species of years in liquid nitrogen. ഈ പോളൻ ഗ്രെയിൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. വർഷങ്ങളോളം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പ്രോസസ്സുകളുണ്ട്. അതായത് പോളൻ ബാങ്ക്സ്, ജീൻ ബാങ്ക്സ് ഒക്കെ പോലെ പോളൻ ബാങ്ക്സ്, സീഡ് ബാങ്ക്സും ഒക്കെ പ്രസൻ്റ് ആണ്. ഇവിടെ നമുക്ക് പോളൻ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ലിക്വിഡ് നൈട്രജനിൽ -196°C ലിക്വിഡ് നൈട്രജനകത്താണ് ഇത് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചത്
പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ ഫസ്റ്റത്തെ ജസ്റ്റ് ഒരു പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചേഴ്സ് മാത്രമാണ്. പോളൻ ഗ്രെയിൻസിൻ്റെ എല്ലാം സ്റ്റേമൻസ്, മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് പോളൻ ഗ്രെയിൻ, ഈ മൂന്നിൻ്റെയും ആൻഡ്രീഷ്യത്തിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ആൻഡ്രീഷ്യത്തിൻ്റെ അകത്ത് വരുന്ന സ്ട്രക്ചേഴ്സ് മാത്രമാണ് പഠിച്ചത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഗൈനീഷ്യത്തിൻ്റെയും നോക്കാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും അതിൻ്റെ സ്ട്രക്ചേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്സും നോക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.